സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 10 മണിയായപ്പോ എന്റെ റിസൾട്ട് വന്നതാണ്. റിസൾട്ടിൽ എനിക്ക് BJP-യുടെ ഇതിൽ ജയം ഉണ്ടായി. ഞാൻ അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ഒരു ആഹ്ലാദ പ്രകടനത്തിന് ഒന്നിനും ഇറങ്ങിയില്ല. ഇറങ്ങാത്ത സംഭവം ഈ അക്രമ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ജനങ്ങൾക്കൊരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിനും പ്രശ്നത്തിന് പോകാതെ ഇവിടെ ഇരുന്ന് 4 മണിയായപ്പോഴത്തേന് വോട്ടേഴ്സ് ഒക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്ത് ജയിച്ചിട്ട് അകത്ത് തന്നെ ഇരിക്കുവാണോ, നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തോ ഞങ്ങൾ 4 മണിയായപ്പോ ഇവരെല്ലാം കഴിഞ്ഞു കാണുമല്ലോ എന്ന് വെച്ച് സമാധാനത്തോടെ ബൈക്കും എടുത്ത് വണ്ടിയിൽ ഞങ്ങൾ കാണാൻ അവർക്ക് നന്ദി പറയാനായിട്ട് ഞങ്ങൾ വോട്ടേഴ്സിനെ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വരുന്നിരത്തുംപാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് CPM-ന്റെ ഗുണ്ടകൾ വന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തള്ളിയിടുകയും ഉപദ്രവിക്കുകയും പ്രവർത്തകരെ അടിക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ നോക്കി അവിടെ ഞാൻ ബിജു സാറിനെ ഞാൻ വിളിച്ചു. സാർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, പോലീസ് ഓഫീസറെ വിളിച്ച് സാർ അതനുസരിച്ച് പോലീസ് ഓഫീസേഴ്സിനെ വിട്ടു. അത് അവിടെ വന്നപ്പോ അതിന്റെ മുമ്പിൽ വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. ഞങ്ങൾ പിന്നെ പര്യടനം അവസാനിപ്പിച്ചു. കുറച്ച് സ്ഥലത്ത് വാടി മാത്രമേ പോളായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോ ഞങ്ങളുടെ വീട് കത്തിക്കുമെന്നും ആക്രമിക്കുമെന്നും പറഞ്ഞ് അവന്മാര് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങളിപ്പോ ഈ പോലീസ് ഓഫീസേഴ്സ് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുത്തൻ വന്ന് എന്റെ ചേട്ടനെ അടിച്ച് ചേട്ടന്റെ അത് മുഖത്ത് ചേട്ടൻ തട്ടി മാറ്റി കുടിച്ച് നിൽക്കാൻ വേദന. പിന്നെ അവര് പ്രശ്നം വൈകിട്ട് ഉണ്ടാക്കിയവര് വരെ ഇന്നിപ്പോ ചേട്ടനെ അന്വേഷിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരെ വന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? 2 പെൺകുട്ടികളും ഉണ്ട്, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ഇപ്പോഴും ഭീഷണി ഉണ്ട് നിലനിൽക്കുവാണ്. ഇവിടെ ഓഫീസേഴ്സ് നിൽക്കെ തന്നെയാണ് ഇവിടെ അടിക്കാൻ വന്നത് ഏട്ടനെ.